നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ മഞ്ചാടിയുടെ കൂടെ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാവണം എന്റെ മോൾ എന്നെ ഒരു കാര്യങ്ങൾ അറിയിക്കാതിരുന്നത്. അല്ല, അവൾ എവിടെ ഇരിക്കുന്നു ആ മാഷി പറയുന്നേ? ചീരു അവളുടെ ഭർത്താവിന്റെ വീട്ടിലും ഇല്ല, നിങ്ങൾ ഇരിക്കുന്നിടത്തും ഇല്ല, പിന്നെ എവിടെ ഉണ്ടാവുന്ന? ശബരി, നീ പഞ്ചരത്നത്തിലെ ലാൻഡ് നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. ശരി അച്ഛൻ. എന്റെ മകളിലുള്ള എന്റെ ഈ വിശ്വാസം ശരിയാണെങ്കിൽ അവളുടെ അച്ഛൻ വരുന്നത് കാത്ത് ചീരുമോൾ അവളുടെ കുഞ്ഞുങ്ങളുമായി അവിടെ ഉണ്ടാവും. ഹലോ, ആരാ? ഞാൻ ശബരിയ. ഫോൺ അച്ഛന് കൊടുക്കാം. അച്ഛൻ സരോജിനി ആന്റി ആണെന്ന് തോന്നുന്നു. ശബരി സ്പീക്കർ ഓൺ ചെയ്തു, ഞാൻ സംസാരിക്കാം. ഹലോ മാഷേ, മഞ്ചാടി മോക്കിപ്പോ എങ്ങനെയുണ്ട്? മോൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സരോജിനി തനിച്ചങ്ങനെ പഞ്ചരത്നത്തിൽ തങ്ങാറില്ലല്ലോ, ഇന്നെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അത് ഞാൻ തനിച്ചല്ല മാഷേ. പിന്നെ ആരാ അവിടെ ഉള്ളത്? അത് ചോദിച്ച കേട്ടില്ലേ സരോജിനി? അവിടെ ആരാ ഉള്ളതെന്ന്? ഞാനാച്ചാ, ചീരുവ. നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടച്ചാ. എന്റെ കൂടെ എന്റെ 2 മക്കളും കൂടെ ഉണ്ട്. ഞങ്ങൾ എന്നേക്കുമായി അച്ഛന്റെ അടുത്തേക്ക് തന്നെ വന്നിരിക്കും. ഞാനും എന്റെ മക്കളും ഇനി അച്ഛന്റെ തണലിൽ ജീവിച്ചോളാം. വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട. അച്ഛന്റെ തണലും സത്യന്റെ ചെലവും ആയിരിക്കും. എന്റെ മോനെയും കുട്ടി അല്ലടി നീ അവിടെ പൊറുക്കാൻ പോയത്. ആരാച്ചാ അത്? സുശീലാന്റിയാണോ? അതെ മോളെ, നീയും സത്യനും കൂടി എങ്ങോട്ടേക്ക് ഒളിച്ചോടിപ്പോയെന്നും പറഞ്ഞ് ഇവിടെ ശബരിയുടെ വീട്ടിൽ വന്ന് സുശീല എന്നെ വിചാരണ ചെയ്യാ. ആ സ്ത്രീക്ക് ഭ്രാന്താച്ചാ. ഭ്രാന്ത് നിന്റെ അമ്മായിമ്മയ്ക്കടി. അവളാ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് നീ സത്യന്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന്. അവരുടെ വാക്കും കേട്ടിട്ട് എന്നെ നിങ്ങൾ വിലയിരുത്തണ്ട. എന്നെ സംരക്ഷിക്കാൻ എന്റെ അച്ഛൻ ഉള്ളിടത്തോളം എനിക്ക് വേറെ ഒരുത്തന്റെയും കൂടെ പോവേണ്ടി വരില്ല. സത്യേട്ടൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി നിങ്ങൾ തന്നെയായിരിക്കും. അല്ലെങ്കിലും ബോധമുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് നിങ്ങളുള്ളപ്പോ നിങ്ങളുടെ മക്കളുടെ കൂടെ ജീവിക്കാൻ തയ്യാറാവോ? വെറുതെ എന്റെ അച്ഛനെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം മകൻ എവിടെ ഉണ്ടെന്ന് പോയി കണ്ടുപിടിക്കും. ഞാൻ അന്വേഷിക്കൂടി, അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്യും. എന്നിട്ട് ഞാൻ ഒരിക്കൽ കൂടി അങ്ങ് പഞ്ചരക്തത്തിലേക്ക് വരുന്നുണ്ട്. വാടാ പോവാം. മോനെ ശബരി, ആ ഫോണിങ് തന്നെ. ആ മോളെ ചീരു,